പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ രസകരമായ എന്നാൽ ഓരോ ഭാരതീയരും നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട നമുക്ക് അഭിമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രിയ, ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ടല്ലോ, ഇന്ത്യക്ക് നേരെ വേണ്ടി വന്നാൽ 500% താരിഫ് ഏർപ്പെടുത്തും. ഇന്ത്യക്ക് മാത്രമല്ല, ബ്രിക്സിൽ ഉൾപ്പെട്ട റഷ്യ, ചൈന, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 500% താരിഫ് ഏർപ്പെടുത്താൻ താൻ മടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റഷ്യയുമായിട്ട് എണ്ണ വാങ്ങുന്ന ആർക്കും പക്ഷേ അത് ഇന്ന് വാർത്തയാണ്. പക്ഷേ ഇന്ന് വാർത്തയല്ലാത്തൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി അല്ല, മന്ത്രിയാണ് അവിടുത്തെ. കൊമേഴ്സ് സെക്രട്ടറിയുടെ പേര് ഹൊവാർഡ് ലുട്നിക് എന്നാണ്. ഹൊവാർഡ് ലുട്നിക് ഒരു പോഡ്കാസ്റ്റ്, ചാമത്ത് പാലിഗായിട്ട് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്. പോഡ്കാസ്റ്റ് പറയുകയാണ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാം റെഡിയാണ്. ഞങ്ങൾ 3 വെള്ളിയാഴ്ചകൾ കാത്തിരുന്നു. ഇവിടെ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ട്രംപ് മാത്രമാണ്. ട്രംപാണ് ഡീൽ ചെയ്യുന്നത്. ഡീൽ റെഡിയാണ്. ഒറ്റ കാര്യം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായാൽ മതിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വിളി. മോദി ഇതുവരെ വിളിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിയറ്റ്നാമുമായിട്ട്, ഫിലിപ്പൈൻസുമായിട്ട്, ഇന്തോനേഷ്യയുമായിട്ട് ഡീൽ ഉറപ്പിക്കേണ്ടി വന്നു. ഇന്ത്യയുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം മോദി വിളിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. മോദി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മോദി കുറച്ചു കാലമായി എടുക്കുന്ന നിലപാട്, അമേരിക്കയുടെ മുന്നിൽ പോയി മുട്ടിൽ കുത്തി നിന്ന് അസിം മുനീറിനെ പോലെ യാചിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ട്രംപിൻ്റെ ഈഗോയ്ക്ക് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ല. അപ്പോൾ ലോക മാധ്യമങ്ങൾ മുഴുവൻ പറയുന്നു, ഇപ്പോൾ ഈ ഹൊവാർഡ് ലുട്നിക്കിൻ്റെ പോഡ്കാസ്റ്റ് വന്നതിന് ശേഷം എല്ലാവരും പറയുന്നു, അപ്പോൾ ട്രംപിൻ്റെ പ്രശ്നം രാഷ്ട്രീയമോ ഒന്നുമല്ല, ഈഗോയാണ്. നോക്കൂ, ട്രംപിന് ഈഗോ ഉണ്ടാവും. 3 തവണ ട്രംപ് അമേരിക്കയ്ക്ക് വരാൻ വിളിച്ചു, മോദി പോയില്ല. ആദ്യത്തത് G7 ഉച്ചകോടി കഴിഞ്ഞ ജൂണിലായിരുന്നു. ഇതിലേ വന്നിട്ട് കയറിയിട്ട് പോകാൻ പറഞ്ഞു. മോദി പറഞ്ഞു, എനിക്ക് പുരി ജഗന്നാഥനെ കാണണം, എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അസിം മുനീർ, വീണ്ടും ജൂണിൽ തന്നെ അസിം മുനീറിനെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് വിളിച്ചപ്പോൾ വന്ന് പറഞ്ഞു, പോകുന്ന വഴിക്ക്, മോദി എന്തായാലും വിദേശത്താണല്ലോ, പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകും. മോദി പറഞ്ഞില്ല, എനിക്ക് ബീഹാർ ഇലക്ഷനാണ്, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച സമയത്തൊക്കെ ഈ ക്ഷണം നിരസിച്ചു. ഇങ്ങനെ വന്ന് ട്രംപ് വിളിക്കുന്നത് ഇന്ത്യയെ സഹായിക്കാനൊന്നുമല്ല. അസിം മുനീറിനെ കൂട്ടത്തിരുത്തിയിട്ട്, അസിം മുനീറിനെയും മോദി അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് ട്രംപിനൊരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് ഞാനാണ് ഇവർ തമ്മിലുള്ള സംഘർഷം തീർത്തത്, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം. ഇയാൾക്ക് മോദിയുടെ ചിലവിൽ ആളാവാനായിരുന്നു. ഓരോ പ്രാവശ്യവും അങ്ങനെയായിരുന്നു. ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിക്കൊടുക്കണം. അത് കഴിഞ്ഞ് ട്രംപ് തന്നെ പരസ്യമായി പറഞ്ഞു, എന്താണ്, ഞാൻ 3 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. 3 തവണ വിളിച്ചിട്ട് പോയില്ല, 3 തവണ ഫോൺ എടുത്തില്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചാൽ അങ്ങോട്ട് പോകണില്ല, അമേരിക്കൻ പ്രസിഡന്റ് കോൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അതൊരു ഡിപ്ലോമസിയാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അമേരിക്കയെ പോലൊരു രാജ്യത്തിന് പടക്കാൻ പറ്റുമോ? അല്ല, ട്രംപിന് വേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുമാർ ട്രംപിൻ്റെ മക്കളും കൂടെ നടത്തുന്ന ക്രിപ്റ്റോ കറൻസിയെ ഇന്ത്യ ലീഗലൈസ് ചെയ്യണം. നമ്മുടെ സമ്പദ്ഘടന തകർന്നു പോകും, നമ്മുടെ റിസർവ് ബാങ്ക് തകർന്നു പോകും, നമ്മുടെ രാജ്യം പാപ്പരായി പോകും. നമ്മുടെ പണം മുഴുവൻ ക്രിപ്റ്റോയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ കറൻസി കാണാനില്ലാത്ത കറൻസിയാണ്. നാളെ ആ ക്രിപ്റ്റോ കറൻസിയുടെ ഉടമസ്ഥനായിട്ടുള്ള ആൾ, ട്രംപിൻ്റെ കമ്പനി, അത് സ്വിച്ച് ഓഫ് ചെയ്താൽ, ആ സോഫ്റ്റ്വെയർ നശിച്ചാൽ രാജ്യത്തെ പണം തീർന്നു. ലോകത്തിൻ്റെ സമ്പദ്ഘടനയുടെ താക്കോൽ കൈവശം കിട്ടാൻ നോക്കുക. നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് പാകിസ്ഥാനിൽ പോയി, ഇല്ലേ? പിന്നെ വേണ്ടത് അവിടുത്തെ കാർഷിക ഉൽപ്പന്നം, അവിടുത്തെ സോയാബീൻ, അവിടുത്തെ പാലുൽപ്പന്നങ്ങൾ, അതെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ കൃഷിക്കാരെന്ത് ചെയ്യും? കടലിൽ ചാടി മരിക്കണോ? അപ്പോൾ ഇത്തരം ചില ആവശ്യങ്ങളാണ് ഈ മനുഷ്യന് വേണ്ടത്. പിന്നെ നമുക്കുണ്ട് ഒരുപാട് ധാതു ശേഖരം. നമ്മുടെ കേരളത്തിൻ്റെ തീരത്തുണ്ട്, ഇന്ത്യയിലെ പല തീരങ്ങളിലും ഉണ്ട്. നമുക്ക് കൽക്കരിയുണ്ട്, നമുക്കും ഉണ്ട് ചെറിയ തോതിലെങ്കിലും പെട്രോളിയം. കാശ്മീരിൽ കണ്ടെത്തിയിട്ടുണ്ട് വലിയ തോതിൽ ലിഥിയം, ഇല്ലേ? ഈ റിസോഴ്സ് മിനറൽസ് വേണം. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ രാജ്യത്തെ വിറ്റ് തുലച്ച് ട്രംപിന് കീഴ്പ്പെടുത്തി കൊടുക്കണം. വലിയ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ ഈ ടൈമിൽ ട്രംപ് ചെയ്യുന്നത് എന്താണ്? ട്രംപ് എല്ലാം തകർത്ത് തൻ്റെ കുടുംബം, തൻ്റെ കാലം കഴിയുകയാണ്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ മക്കൾക്ക് ഇനിയുള്ള കാലം ലോകത്തെ ഭരിക്കാൻ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായി കഴിയാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദവിയെ ദുരുപയോഗം ചെയ്യുക. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, നാറ്റോയിലെ അംഗമാണ്
ഡെൻമാർക്കിൻ്റെ ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്നു. ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, അതായത് നമുക്ക് 1947 മുതലൊരു കരാറുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് ആരെങ്കിലും കയറി വന്നാൽ കമാൻഡർമാരുടെ ഉത്തരവൊന്നും നോക്കണ്ട, വെടിയങ്ങ് വെച്ചാൽ മതി. അമേരിക്ക അവിടെ ഇറങ്ങിയാൽ വെടിവെക്കാൻ ഗ്രീൻലാൻഡ് പറഞ്ഞിരിക്കുക, ഡെൻമാർക്ക് പറഞ്ഞിരിക്കുക. അപ്പം നാറ്റോയെ തകർക്കുകയാണ്. ഈ ജർമ്മനി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നാറ്റോയിലെ പെട്ട ഒരു കക്ഷിയാണ് അമേരിക്ക. നാറ്റോയിലെ 5-ാം ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ മറ്റൊരു നാറ്റോ രാജ്യം ആക്രമിച്ചാൽ എല്ലാവരും കൂടെ അവരെ ആക്രമിക്കണമെന്നാണ്. അങ്ങനെ അമേരിക്ക ഡെൻമാർക്കിനെ ആക്രമിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചാൽ ഞങ്ങൾ ബാക്കി 31 പേരും കൂടെ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രിക്ക് ഇന്നലെ പറയേണ്ടി വന്നു. ഇതൊക്കെ എന്തിനാണ്? അമേരിക്കയുടെ താല്പര്യമല്ല, ശരിക്കും ട്രംപിൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾ. ഈ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റെ കാണാൻ പോയി. 3.5 മണിക്കൂർ പുറത്തിരുത്തി, കണ്ടില്ല, തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ അപമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അങ്ങ് കുരുപൊട്ടുവാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, തന്നെ കാണാൻ വരുന്നില്ല. എന്നെ ഒന്നും വിളിക്കൂ, കാമുകൻ കാമുകിയോട് പറയുന്ന പോലെ കാത്തിരിക്കുന്ന 2 കമിതാക്കൾ കാത്തിരിക്കുന്ന പോലെ ആണോ 2 രാജ്യത്തെ തലവന്മാർ തമ്മിലുള്ള ബന്ധം? അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ രാജ്യത്തെ പോലും പണയപ്പെടുത്തുമാറ് സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തെ കൊള്ളയടിക്കാനാണ്. ഇപ്പോൾ നോക്കൂ, ഈ മാസം വരും, ഈ അന്താരാഷ്ട്ര താരിഫൊന്നും ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ല. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതി കേസുണ്ട്. ആ കേസിലെ വിധി ഈ മാസം വരാനിരിക്കെ ഇപ്പോൾ സാക്ഷനിങ് റഷ്യ ആക്ട് എന്ന് പറഞ്ഞൊരു ബില്ല്, ഗ്രഹാം ബ്ലൂമെൻ്റൽ ബിൽ എന്ന് പറയുന്നൊരു ബില്ല്, ഗ്രഹാം എന്ന് പറയുന്ന അവിടുത്തെ അമേരിക്കൻ സെനറ്റർ കൊണ്ടുവന്നിട്ട് അമേരിക്ക പാർലമെൻറ്റ് കോൺഗ്രസ് പാസ്സാക്കാൻ പോവുക. കാരണം കേസിൽ തിരിച്ചടിയും, കേസ് മിക്കവാറും തോറ്റുപോകും. അമേരിക്കൻ സുപ്രീം കോടതി മിക്കവാറും വിധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ട്രംപിന് ഇങ്ങനെ ലോകത്തെ മുഴുവൻ താരിഫ് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നിയമപരമായ അധികാരമില്ല എന്ന് വിധി വരുമെന്ന് ട്രംപ് പേടിക്കുന്നുണ്ട്. അതിനാണ് ഒരു സെനറ്ററെ കൊണ്ടിട്ട് പുതിയ ബില്ല് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ലോകസ്ഥിതിയൊക്കെ മാറുക. ഇപ്പോൾ ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലാത്തതായ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ട്രംപ് പറയുന്നു 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്, അത് കിട്ടുന്നില്ല, കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഇന്ത്യ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദി ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, സാർ മേ ഐ സീ യു പ്ലീസ്, ഞാൻ അങ്ങേ ഒന്ന് വന്നോട്ട് കണ്ടോട്ടെ എന്ന് ട്രംപ് ചോദിക്കുന്നുണ്ടാവും. മോദി ചോദിക്കുന്നുണ്ടാവും എന്നൊക്കെ ട്രംപ് പറഞ്ഞതായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. എങ്ങനെയാണ്? സർ മേ ഐ സീ യു പ്ലീസ്, മിസ്റ്റർ പ്രസിഡന്റ് എന്നല്ല, സർ. ഇപ്പോൾ ട്രംപിൻ്റെ ആഗ്രഹം മോദി ട്രംപിനെ സർ എന്ന് വിളിക്കണം, മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിച്ചാൽ പോരാ, സർ എന്ന് വിളിക്കണം. ഇതിപ്പോൾ സമീപകാലത്തായി ട്രംപിന് രോഗമുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും രാജ്യത്തലവന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവരെന്നെ സർ എന്ന് വിളിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രസിഡന്റ് എന്ന് വിളിച്ചാൽ പോരാ, എല്ലാവരും വിളിക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ട്രംപിന് ഇപ്പോൾ എന്ത് ചെയ്യണം? സർ എന്ന് വിളിക്കണം. അതുകൊണ്ട് പുള്ളി തന്നെ പറയണം. അവിടുന്ന് ഇപ്പം ബ്രസീലിയൻ പ്രസിഡന്റ് എന്നെ വിളിച്ചു, സാർ അങ്ങേക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞില്ലേ, എല്ലാവരും ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണമെന്ന് പറഞ്ഞ പോലെ ട്രംപിന് ഇപ്പോൾ ആഗ്രഹം എല്ലാവരും എന്നെ സാർ എന്ന് വിളിക്കണം. ഇയാൾ ഏത് കളരിയിലെ ഏത് സ്കൂളിലെ സാറാണ്? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചീപ്പ് ഈഗോയുടെ ചിത്രങ്ങളാണ് വരുന്നത്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ് പറയുകയാണ്, ഇത് പച്ചക്കള്ളമാണ്. 68 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് കിട്ടാനില്ല. ഹെലികോപ്റ്ററെല്ലാം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ബോയിങ് കമ്പനിയുടെ AH-64 അപ്പാച്ചെ ഗാർഡിയൻ ഹെലികോപ്റ്ററിൻ്റെ ആദ്യത്തെ ഡീൽ നടന്നത് 2015 സെപ്റ്റംബറിലാണ്. 24 എണ്ണം 2.2 ബില്യന് ഉള്ള കരാറായിരുന്നു. അത് സമയത്ത് തന്നെ കിട്ടി. അവസാനത്തെ ലോട്ട് വന്നത് 2020 വന്നു. അതിനുശേഷം നമ്മൾ ആർമിക്ക് വേണ്ടിയിട്ട് 800 മില്യന് 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ ഡിസംബറിൽ വന്നു. അപ്പോൾ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടായ എല്ലാ കരാറുകളും പൂർത്തീകരിച്ച് അവസാനത്തെ ഹെലികോപ്റ്റർ വരെ കഴിഞ്ഞ ഡിസംബറിൽ വന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത് 68 എണ്ണം ഇനി കൊടുക്കാനുണ്ടെന്ന്. എവിടെ കൊടുക്കുക? ഇയാൾ സ്വപ്നം കണ്ടതാണോ? അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പറയുകയാണ്, പ്രസിഡന്റ് ട്രംപിന് ഇടയ്ക്കിടയ്ക്ക് ഡാറ്റ തെറ്റുന്നു, കണക്ക് തെറ്റുന്നു, ഇൻഫർമേഷൻസ് തെറ്റുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനെ തെറ്റുപറ്റുകയാണ്, എല്ലാം തെറ്റുപറ്റുകയാണ്. പുള്ളി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു, കളവ് പറയുന്നു. ഓരോ ദിവസവും ഈ മനുഷ്യൻ്റെ വിശ്വാസ്യത തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം കേൾക്കുന്ന ഒരാൾക്ക് 68 അപ്പാച്ചെ നീ ഇന്ത്യ മേടിക്കുന്നുണ്ട് അല്ലേ, അത് കൊടുക്കാതെ അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ മോദി വിളിച്ചിട്ട്, സാർ ഇത് കിട്ടുന്നില്ല, സാറിനെ എനിക്ക് വന്നൊന്ന് കാണണം സാർ
എന്ന് പറഞ്ഞ് മോദി ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാലേ ഇത് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചില ആളുകൾ ആവശ്യം കൊള്ളൂ. അങ്ങനെയൊന്നുമല്ല. ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ സ്വന്തം ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് പോലെ പ്രസിദ്ധീകരിച്ചിരിക്കുക. ഈ ട്രംപ് പച്ചക്കള്ളമാണ് പറയുന്നത്, പറയുന്നത് മുഴുവൻ കള്ളമാണ്. നമ്മുടെ അപ്പാച്ച വന്നതിനെക്കുറിച്ച് വാർത്ത ഉണ്ടായിരുന്നു അല്ലേ? അപ്പാച്ചയിലേക്കോ പറക്കും ടാങ്കുകൾ വന്നു എന്ന് പറഞ്ഞ് മുഴുവൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പറയാം 68 എണ്ണം കരാർ ഇവിടെ കിടക്കുവാണ് എന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് കയ്യിലൊക്കെ വലിയ കളർ വ്യത്യാസം വരുന്നു, രക്തം മൂക്കിലൂടെയും വായിലൂടെയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ട്. ഈ മനുഷ്യൻ മരിക്കാറാവുന്നു തോന്നുന്നു. അതുപോലെയുള്ള ഗുരുതരമായ രോഗങ്ങളുണ്ട്. ഇപ്പം 90 വയസ്സാകാൻ പോകുന്നു. ബൈഡനേക്കാളും വലിയ ആരോഗ്യ സ്ഥിതി മോശമായിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ഇയാൾ എടുക്കുന്ന ഇപ്പോഴത്തെ നിലപാട് രാഷ്ട്രീയമല്ല, ഒന്നുമല്ല, ആരവിടെ പോയി മുട്ടുകുത്തി നിൽക്കും എന്നുള്ളതാണ്. ട്രംപ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ശക്തനായ പ്രസിഡൻ്റാണ് ഞാൻ. എനിക്ക് സൗഹൃദവും വ്യക്തിബന്ധമൊന്നുമല്ല. എന്നെ അംഗീകരിക്കണം, ഞാനൊരു വലിയ പുള്ളിയാണെന്ന് സമ്മതിച്ചാൽ മതി. അതിനിപ്പോൾ നരേന്ദ്രമോദി തയ്യാറല്ല. കാരണം 148 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ഈ 148 കോടി ജനങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് പിച്ചക്കാശിന് വേണ്ടി ഇറക്കേണ്ട ഗതികേട് ഇന്ന് ഇന്ത്യക്കില്ല. ഈ താരിഫൊക്കെ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യയുടെ GDP കുതിച്ചു കയറും അല്ലേ? ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇയാൾ 500% താരിഫ് എന്ന് പറയുന്നത്. 100% പറഞ്ഞിട്ട് ഏറ്റില്ല, 200 പറഞ്ഞിട്ട് ഏറ്റില്ല, ഇനി 500 കൊണ്ട് പേടിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ നയിക്കണമെന്ന് നമ്മൾ കൃത്യമായ ആസൂത്രണം ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയണം, ഒരു മനുഷ്യൻ അയാളുടെ അഹന്ത അതിനുവേണ്ടി മാത്രം നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ പ്രധാനമന്ത്രിയല്ല അയാൾ ആക്ഷേപിക്കാൻ നോക്കുന്നത്. അയാൾ വിളിച്ചിട്ട് മോദിയെ കാണാൻ മോദിയായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ ചിലപ്പോൾ ഇയാൾ മോദിയെ 4 ചീത്ത പറയായിരിക്കും. സെലൻസ്കി കേട്ടതുപോലെ മോദിക്ക് കേൾക്കാൻ പറ്റില്ല. സെലൻസ്കി ഇരുന്ന് തെറി വിളിക്കുന്ന ക്യാമറ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ടാണ് വേറൊരു രാജ്യത്തിൻ്റെ തലവനെ ഇയാൾ ആക്ഷേപിച്ചത്. അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് യുദ്ധം നടന്നപ്പോൾ JD വാൻസ് വിളിച്ചു, മോദി എടുത്തില്ല. മോദി പറഞ്ഞിട്ടുണ്ട്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചാലും ഫോൺ എടുക്കാൻ തയ്യാറാവാത്ത, ക്ഷണിച്ചാൽ വേണ്ട എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ പോകണം എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന്. ഇനി ഇവൻ്റെ 500 ഇരട്ടി താരിഫും ഉണ്ട്. ഇത്തിരി പട്ടിണി വന്നാൽ മുണ്ടങ്ങ് മുറുക്കി കിട്ടുമെന്നേ, ഒരു നേരത്തെ ആഹാരം കുറയ്ക്കും. ഈ അമേരിക്കൻ സായിപ്പിനെ ദാസ്യവൃത്തി ചെയ്ത് അടിമയായി ജീവിക്കുന്നതിലും ഭേദമല്ലേ ആത്മാഭിമാനമുള്ള ഭാരതീയനായി ജീവിക്കുക. ഏതായാലും ഇന്ത്യയെ പട്ടിണിക്കിടാൻ, ഇന്ത്യക്കാരനെ പട്ടിണിക്കിട്ട് കൊല്ലാനൊന്നും മോദി തയ്യാറാവില്ല. മോദിയുടെ കയ്യിൽ പ്ലാൻ A മാത്രമല്ല, Bയും Cയും Dയും ഒക്കെ ഉണ്ട്.